ഞാൻ കോള കുടിക്കും, ഞാൻ ആപ്പിള് തിന്നും, ഞാൻ സുന്ദരനല്ലേ, ഞാൻ സുന്ദരനല്ലേ. ജാഗോണ്ണ എവിടെ പോകണ? എന്തോ ചെയ്യാനാടാ, ഒന്നും അങ്ങോട്ട് റെഡി ആവുന്നില്ല. എന്തുകൊണ്ടാ രാവിലെ തന്നെ സെൻഡ് ചെയ്യണല്ലോ അണ്ണ? ഒന്നും പറയണ്ടാ മോനെ, ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും കൂടെ നടക്കുന്നില്ല. കാര്യം പറയണ, നമുക്ക് വഴി ഉണ്ടാക്കാം. പറയണ. ക്രഷ് അടിച്ചടാ മോനെ. ക്രഷോ? ആരാണ് ആള്? നമ്മുടെ കവല ട്യൂഷൻ പഠിക്കുന്ന വെച്ചാ, നമ്മുടെ തടി കോൺട്രാക്ടറെ മോള്. ഞാൻ ഇന്നലെ കവല വെച്ച് കണ്ട്. ഏത് തടി കോൺട്രാക്ടർ? സുനിയന്റെ മോളോ? തന്നെ, സുനിയന്റെ മോള് തന്നെ. പൊന്നണ്ണ, ഇത് സീനാകും. അങ്ങേരെ അണ്ണനെ പിടിച്ച് പൊട്ടിക്കുള്ള കാര്യം ഞാൻ പറയാം. നീ ഒന്ന് മിണ്ടായിരിക്കടാ, അണ്ണ വഴി ഉണ്ടാക്കാം. നടക്കൂ? പിന്നില്ലയോ, നടക്കുമണ്ണ. റോക്കി എണ്ണം വിചാരിക്കണം. കുത്തണ കുറുക്ക തന്നെ വേണേ, വേറൊന്നും മാറിപ്പോവല്ലേ. കറക്റ്റ് ആയിരിക്കണ, ഓലൊക്കെ കറക്റ്റ് ആയിരിക്കണേ കുറുക്കന്റെ. ഇത് വെച്ച് ഞാൻ ചേട്ടണ്ണ ചന്ദ്രന്റെ മേലെയൊക്കെ. പിന്നെ റോക്കി അണ്ണൻ. റോക്കി വന്നാടാ. ഒരുപാടാ. എന്തൊരു വട്ടമനുഷ്യതാണല്ലോ മൂന്നൂടെ. ഒരു പ്രശ്നമുണ്ട്, സഹായത്തിനാ നിന്നെ വിളിച്ചത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് കണ്ടാ? ഇതെന്തോന്നാടാ, മരപ്പട്ടിയോ? മരപ്പട്ടിയോ? കണ്ണൂർ നോക്കടാ, ഇത് കുറുക്കൻ. ചുറ്റും കാട് ലോഡി. അതൊക്കെ പോട്ടെ, എന്തോ നീനെന്തുവാ? ജാഗോണ്ണൻ ഒരു കൊച്ചിനോട് സ്നേഹം, ഇന്ന് സെറ്റാക്കണം. അണ്ണൻ വിചാരിക്കണം സെറ്റാക്കണം. പ്രേമോ? യവനോ? മുടിഞ്ഞ പ്രേമോ? അവളെ വളച്ചണ്ണന്റെ പോക്കറ്റിലാക്കണം. ഒന്ന് പോടെ ചേർക്കാം, നടക്കുന്ന ആരും വേണ്ട പറ. നടത്തണം, നടത്തി തരണം. നീ എൻ്റെ കൂടെ പഠിച്ചല്ലടാ. പണ്ട് തൊട്ട് നീ എന്തും വേണ്ടി പിള്ളേർക്ക് ലൈൻ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇതുവരെ നീ എന്തേലും സെറ്റാക്കി തന്നിട്ടുണ്ടോടാ? അത് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. എന്നാ ഇപ്പൊ പറഞ്ഞിരിക്കുന്നു, സെറ്റാക്കണം. നടക്കും, ബട്ട് ലുക്ക് മാറ്റണം. മാറ്റാം. ഇത് അമേരിക്കൻ ജംഗ്ഷൻ, ഇത് ലുക്ക് മാറ്റി. ഇത് രാഗിലേ, രാഗിലേ, തടി കോലം കണ്ടോ? ഇവരൊന്ന് മാറ്റണം. അതൊക്കെ ശരിയാക്കാം. അപ്പം ആക്കി എടുക്കണം. ഒരു കണ്ണാടി കൂടെ വെച്ച് കൊടുത്തു. ഇതാര് ലൂക്കയുടെ ടൊവിനോയോ? സെറ്റ്. എന്തുവാടാ ഇത്? എന്താ കുഴപ്പം? 4500 പാൻറ്. ഇത് തന്നെ ലാഭമാണ്. ഓരോരുത്തരൊക്കെ അടിപൊളിയായിട്ട് ഇരുന്നുണ്ട്. 3-4 ഗേറ്റിലൂടെ വേണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാൻഡിലോട്ടാ പോലെ നല്ല കളക്ഷൻ കാണും. ഇവിടെ സെറ്റായ അവിടെ എടുത്തും സെറ്റാ. ആ പെണ്ണൊക്കെ നോക്കുന്നോ? ഇപ്പൊ നോക്കടാ. എല്ലാവർക്കും തന്നെ മാറ്റാൻ നോട്ടം. അത് നോക്കല്ലേ? എന്തുവാണ് ഇത്? എന്നെ കണ്ടിട്ട് പട്ടി നാറിയെ പോലെ ഇരിക്കുന്നു. പട്ടി നാറി? അതെന്തുവാ? അവിടെ പട്ടി കണ്ട വെള്ളം കുടിക്കാത്തവൻ. എൻ്റെ പൊന്നു മോനെ, എന്നോട് പട്ടികളെ വിളയ്ക്കാൻ വന്നേ. പെമ്പിളേര് ഈ വന്ന കാലത്ത് പെമ്പിളർക്കൊക്കെ ഇതോട്ടുള്ള ഫ്രീക്ക് പയ്യന്മാരെ പറ്റും. പിന്നെ അവളെ കൊണ്ട് ഇഷ്ടമാണ് ഞാൻ പറയിപ്പിക്കുന്നത്. നോക്കൂ, ശരിയാവൂ. ഓക്കെ ആക്കും. ബാ പോവാം. ബാ. പുള്ളി നല്ല വരിപ്പില്ല. ഇപ്പൊ തന്നെ പറയണോ? ഇപ്പൊ തന്നെ പറയണം, എന്നാലേ ജാങ്കോയെ പിടിച്ചിടിക്കത്തുള്ളൂ. हाँ ओके, बस बस इनफ. जाओ जाओ, काम करो. സുരേണ്ണ, നീ ആ രമണന്റെ മോനല്ലോടാ? ആണണ്ണ. അണ്ണനും? എടാ, നിന്റെ തന്ത രമണനും ഞാനും ഒന്നിച്ച് കുറച്ചായിട്ട് സ്കൂളിൽ പഠിച്ചതാ. മാമാന്ന് വിളിക്കണം. ശരി മാമ. എടാ, നിന്റെ ഒരു അപ്പച്ചി ഇല്ലയോടാ, കൊല്ലത്ത് കെട്ടിച്ച രതി? അവൾ ഈ അടുത്ത സമയത്ത് ഡിവോഴ്സ് ആണെന്ന് പറയുന്നത് ശരിയാണോടാ? അതെ മാമ, ഡിവോഴ്സ് ആയി. അവളിപ്പോ ഇവിടെ ഇല്ലയോടാ? ഉണ്ട് മാമ, വീട്ടിലുണ്ട്. ഞാൻ അവളെ തിരക്കുന്നൊന്ന് പറയണം കേട്ടോ. പണ്ട് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൾ 8ാം ക്ലാസ്സിലാണ്. അവളെൻ്റെ കുറേ നടന്നതാ. അവസാനം ഞാനിങ്ങ് വഴങ്ങി. ഞങ്ങൾ തമ്മിൽ വലിയ ഇഷ്ടത്തിലായി. ഇവൻ്റെ അച്ഛനാണെങ്കിൽ മുട്ടൻ എതിർപ്പും. ഒറ്റയടിക്കാണ് ഇവൻ്റെ അച്ഛനെ ഞാൻ മുട്ടയുടെ പാടത്തിൽ നിന്ന് താഴെ ഇട്ടത്. ഇവൻ്റെ അച്ഛൻ്റെ കാലയിലെ പാടുണ്ടല്ലോ മുട്ടിലുള്ളത്, അത് ഞാൻ കൊടുത്ത സമ്മാനമാണ്. അതൊക്കെ പഴയ വൻ കഥ. ഞങ്ങൾക്കൊന്നും അറിയത്തില്ലടാ മക്കളെ. പണ്ടേ ഞാൻ വൻ ടീമായിരുന്നു. അല്ല മാമ, ഞങ്ങൾ വന്നത്. അല്ല, നിങ്ങൾ എന്തിനാ വന്നേ? തടി വല്ലതും വേണോ? മാമ, ഒരു അർജന്റ് കാര്യം പറയാൻ വന്നതാ. മാമന്റെ മോളുടെ പുറകില്
കാണുമായിരിക്കും, പക്ഷെ പുള്ളിക്കൊട്ടും ധൈര്യമില്ലെന്നാ തോന്നുന്നേ. ആ നോട്ടം കണ്ടാൽ തന്നെ അറിയാം. പക്ഷെ പാവമാണെന്നാ തോന്നുന്നേ. ദേവി നിങ്ങളുടെ അടുത്ത് പറയുന്ന പോലെ അവിടെ ചെന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല. അറിയാലോ, എന്ത് ചെയ്യാനേ, ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. ഇതിനു മുമ്പ് എന്തെങ്കിലും ആഗ്രഹം ദേവിയോട് ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ ദേവി, നിങ്ങളും ഒരു സ്ത്രീയല്ലേ. ദേവി, നിങ്ങൾ എന്നെ സഹായിക്കണം. സഹായിക്കാം. ദേവിയെ. ദേവിയോ? ഞാനാ തിരുവേനി. ഓ, തിരുമേനിയായിരുന്നു. താനെന്താ വിചാരിച്ചേ, ഭഗവതിയാണെന്നോ? എന്താ ഇവിടെ ഒരു ചുറ്റിക്കളി? ഓ, ഒന്നുമില്ല. ഞാൻ കേട്ടു. ഏതാ കക്ഷി? ഏത് കക്ഷി? ഒന്ന് പോ തിരുമേനി. താൻ ഉരുണ്ട് കളിക്കണ്ട. ഇത് സെറ്റ് ആവണമെങ്കിൽ ദേവിയോടല്ല, ആളിനോട് തന്നെ പറയണം, എന്നാലേ നടക്കൂ. തിരുവേനി ഇതാ വരുന്നു. സമയത്തായാലോ, അവളെ കാണുന്നില്ലോ. അവളെ നിന്ന് പോയില്ലെന്ന്. ഈ ടൈമിലാണ് എന്നും വരുന്നത്. അതിരിക്കട്ടെ, പ്ലാൻ എന്തുവാ? പ്ലാൻ അത് പറയാനുള്ള, പ്രവർത്തിക്കാനുള്ള. വെയിറ്റ് ആൻഡ് സീ. എൻ്റെ ദൈവമേ. ചേടാ, നീ ഇവിടെ നിൽക്കി, ഞാനിപ്പോൾ വരാം. ഒരു കാര്യം പറയല്ലോ, തന്നെ കാണാൻ അടിപൊളിയാണ്. കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ കൂട്ടുകാരനെ തന്നെ ഇഷ്ടപ്പെട്ട്. ഞാനാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന് കുറച്ച് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് വന്ന കാര്യം പറയാം. ദേ അവിടെ ഇപ്പോൾ അങ്ങോട്ട് നോക്കണ്ട, അവൻ തന്നെ. അവനങ്ങനെയൊക്കെ ഞാനാ. അവന് എന്നെ ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് വെച്ചാൽ പെരുത്ത് ഇഷ്ടം. എന്തായാലും താൻ ആലോചിച്ച് മറുപടി വേണം. ഞങ്ങൾ വൈകുന്നേരം ഇവിടെ കാണും. പോസിറ്റീവായ കൊള്ളാം. താൻ അവനെ നോക്കും. അവൻ ഫ്രീക്കും ചെറുക്കില്ലയോ? അടിപൊളിയില്ലേ? ഇവിടെ ഓടാ. സോറി, ഒന്നും തോന്നല്ലേ. അച്ഛനടിച്ചതിന് സോറി. എന്തേലും ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് പറയാൻ പറഞ്ഞാൽ പോരായിരുന്നോ? എന്തിനാ വെറുതെ പിള്ളേരെയൊക്കെ പറഞ്ഞു വിടുന്നേ? എനിക്ക് തന്നെ ഇഷ്ടമാണ്. താൻ വെറുതെ അവരെയൊക്കെ പറഞ്ഞു വിട്ട് അവർക്കൂടെ അടി ഒളിപ്പിച്ചില്ലേ? എന്തിനായിരുന്നു വെറുതെ? പാവം ചേട്ടന്മാര്. കുഴപ്പമില്ലല്ലോ ഏട്ടാ. ഇല്ല, കുഴപ്പമൊന്നുമില്ല. താങ്ക് യു.